ചെയ്താലേ നായരോ? എന്താ പിന്നെ എന്താ ഇവിടെ വരി കേറിയിരിക്കേ? വേണ്ടടോ, കുറച്ച് തിരക്കുണ്ട്. കുറച്ച് ദിവസം ഞാൻ തന്നെ ഒന്ന് കാണുന്ന കരുതി ഇരിക്കായിരുന്നു. തന്റെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്? നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തില്ലേ? ബാലൻ. ബാലനെ കണ്ടാലേ താനൊരു കാര്യം സൂചിപ്പിക്കണം. 5-6 മാസം കഴിയുമ്പോ കുട്ടികളൊക്കെ നാട്ടിലേക്ക് വരിക. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞു വരേണ്ട കാര്യം താനെന്ന് ഓർമ്മിപ്പിച്ചാൽ അവര് വന്നാൽ തങ്ങനെ സ്ഥലമാണത്. അല്ല, സമയമുണ്ട്, വരുമ്പോഴേക്ക് മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, എന്തായി തന്റെ മോന്റെ വിവരങ്ങളൊക്കെ? വിളിക്കാറുണ്ടോ? ഇടക്ക് വല്ലപ്പോഴൊക്കെ. എന്നാ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല കേട്ടോ. പാതിര വരെ ലൈറ്റ് ഇങ്ങനെ കത്തിച്ചോണ്ടിരുന്ന ബില്ല് കൂടൂട്ടോ ബാലേട്ടാ. അതെ, ഞാനൊരു കാര്യം ആലോചിക്കുക. അച്ഛൻ്റെ അടുത്ത് പോയിട്ടൊന്ന് വിവരം പറയണ്ടേ? പിന്നെ പറയണ്ടേ. കൂട്ടത്തിൽ വീട് പണിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നൂടെ ചോദിക്കാല്ലേ? അത് വേണോ? ഈ സ്വന്തക്കാരും ബന്ധുക്കാരെയൊക്കെ സഹായം വേണ്ടത് ഇത്തരം സന്ദർഭത്തിലല്ലേന്നാ സെയ്താലിക്ക പറയണ. അല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളോട് മാത്രം വീട് പണി തീരില്ലല്ലോ. തരാച്ച തരട്ടേനേ, ഇല്ലെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടാവുച്ച ഇപ്പൊ തുടങ്ങണ്ടാന്നേ. അല്ല, വീട് കൂടാണ്ട കഴിയില്ലല്ലോ. ദിവസേന മെറ്റീരിയൽസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നേരത്തെ ആയി അത്രയും നല്ലത്. എന്തായാലും ഞാൻ നാളെ പോയിട്ട് അച്ഛനെന്ന് കാണട്ടെ. നീ കുട്ടിയെടുക്ക്. വാടച്ചക്കര. ഈ എന്താടാ ഉറങ്ങാതെ അമ്മടെ വാലം പിടിച്ച് നടക്കണ്? ആ ക്ലാസ്സില്ലേ? ഹലോ. രവി, നീ നാട്ടിലൊക്കെ ഉണ്ടോ? എന്താണ് മാഷേ? ഹലോ, നീ എന്നാ അമേരിക്കന്ന് വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നാളായി. ആണോ? നിന്റെ നിറൊക്കെ അങ്ങ് പോയി. സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല മോനെ. ആരോഗ്യം, മനസ്സമാധാനം, അതാണ് പ്രധാനം. വരുമ്പോ എന്തെല്ലാം അസുഖങ്ങളായിരുന്നു. പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ എന്ന് വേണ്ട സകല ഭണ്ഡാരങ്ങളും ഉണ്ടായിരുന്നു. ഒക്കെ കത്തിച്ച് കളഞ്ഞില്ലേ. മരുന്നുമില്ല, മന്ത്രവുമില്ല. അമേരിക്കയിലെ നല്ല ഒന്നാന്തരം ജോലിയും കളഞ്ഞ് നീ ഇവിടെ ട്രാക്ടർ ഓടിച്ച് നടന്നു. എന്നാലും കൃഷിയോട്ടൊക്കെ ഇന്നത്തെ കാലത്ത്. ഒരു കൃഷിക്കാരന്റെ മകനായ നീ തന്നെ ഇത് പറയണം. എടാ, 3 പശുക്കളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് അന്തസ്സായിട്ട് ജീവിക്കാം. പിന്നെ കൃഷി പോലെ ഇത്ര സുന്ദരമായൊരു ജോലിയുണ്ടോ? ഇത്തിരി കറക്കും, ദേഹത്ത് ഇത്തിരി മണ്ണും പറ്റും. എന്നാലെന്താ, വിഷമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ആരോഗ്യവും. രവി, നീ ആളാകെ മാറിപ്പോയിട്ടോ. നിന്റെ അച്ഛനാ ഗുരു. കൊള്ളാം. രാജ്യമായ രാജ്യം മുഴുവൻ കറങ്ങി അവസാനം പറ്റിയ ആളുടെ കയ്യിലാ നീ വന്നുപെട്ടത്. നിനക്ക് വേറെ പണിയില്ല. അത് നിനക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് അറിയാത്തോണ്ടാ. നീ എന്താ വിചാരിച്ചത് മൂപ്പരൊരു ദുഃഖട കൃഷിക്കാരനാണെന്നോ? പുള്ളിക്കാരനൊരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. വയ്യെങ്കിൽ ഒരു ഭാഗത്തിരുന്നോളി. താനാ കൊയ്ത്ത് മിഷന്റെ കാര്യമൊക്കെ ശരിയാക്കി? അതൊക്കെ ഇന്നലെ ശരിയാക്കി. ഭാഗ്യം. ഇങ്ങോട്ട് വാരി നിറച്ചുകൂടാത്. നിങ്ങൾ എന്ത് ഭാവിച്ച ഈ വെയിൽ മുഴുവൻ കൊള്ളാൻ നിൽക്കണേ? ഇന്നലെ കുറച്ചതൊന്നും ഓർമ്മയില്ലേ? ഒക്കെ ഓർമ്മയുണ്ട്. ഇനി നീ കിടന്ന് കുറയ്ക്കണ്ട. ഇത്തിരി കഞ്ഞിവെള്ളം കിടക്ക്. ഒന്നും പറയാൻ നിവർത്തിയില്ല. ഈ വയസ്സാം കാലത്ത് ഒരു ഊന്നുവരയുടെ ഉപകാരം പോലും ഇല്ലാത്ത ഒരുത്തരെയാണല്ലോ നീ എനിക്ക് തന്നത് കൃഷ്ണ. എന്താണ്? 100 ആയസ അച്ഛൻ്റെ മകനെ പറ്റി ഇപ്പൊ പറഞ്ഞോളൂ. ആയസ് നിങ്ങളെടുത്തോളയും, മറ്റേത് അച്ഛനും മകനും തമ്മിലുള്ള മനപ്പൊരുത്താണ്. അല്ല, കൃഷിയൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഭംഗിയായിട്ട് നടക്കാൻ ആരെങ്കിലും കൃഷി ചെയ്യോ ബാല? അതിത്തിരി ചളി പറ്റുന്ന കേസല്ലേ? നല്ല നർമ്മം. ചേട്ടാ, നിങ്ങൾ തുമ്പ പിടിച്ചില്ലായിരുന്നുണ്ടല്ലോ, പേന പിടിച്ചേനെ. പേനൊന്നും പിടിക്കണ്ടേ? പേന പിടിച്ചവരൊക്കെ അരി മേടിക്കാൻ കാച്ചിലാണ് ഇപ്പൊ തൂമ്പ പിടിക്കുക. വല്ലാത്ത ടീമാണ്. നിനക്ക് അവളെയും കുട്ടികളെയും കൂടെ കൂട്ടായിരുന്നില്ലേ ബാല? ഈ തിരക്കിനിടലല്ലേ? എന്താ തിരക്ക്? അത്രയ്ക്ക് തിരക്കായിരുന്നെങ്കിൽ ഈ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് നീ വന്നേക്കനെയാ. സെന്റിന് 1-1.5 ലക്ഷം രൂപ മുടക്കി ടൗണിൽ സ്ഥലം വാങ്ങിയതേ മണ്ടത്തരം. 8 സെന്റ് സ്ഥലത്തിന് കൊടുത്ത പണം കൊണ്ട് ഇവിടെ 3 ഏക്കർ പൊന്നു വിളയുന്ന മണ്ണ് വാങ്ങാം. ഇനി ഇല്ലാത്ത പണം കൊണ്ട് ഒരു വീടും. എത്രയെന്ന് വെച്ചാണ് വാടക വീട്ടിൽ കുട്ടികളെ കൊണ്ട് കഴിയുക? ആരും പറഞ്ഞില്ലല്ലോ. നിനക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മര്യാദയ്ക്കൊരു കുടുംബം കഴിഞ്ഞു പോകാൻ പറ്റുമോ? അതും അത്രയും ദൂരെ. അതിന്റെ കൂടെ ഒരു വീട് പണി. പിന്നെ ഈ വീടാർക്കാ? പറഞ്ഞാ കൂടിപ്പോവും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? അവൻ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി. അല്ല, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ. ഒക്കെ സ്വന്തം കീശയില് കാശുണ്ടെങ്കിൽ, അല്ലാതെ എന്നെ കണ്ടോണ്ട് കൊടുക്കണ്ട. കുറച്ചുകൂടെ കഴിക്കും മോനെ. മതി. നീ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമാ ഈ ദേഷ്യവും വഴക്കുമൊക്കെ. അച്ഛനെ നിനക്കറിഞ്ഞൂടെ?
എന്തൊക്കെയാണെങ്കിലും അച്ഛന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. അനുഗ്രഹം ഉണ്ടായ വീട് വെക്കാൻ പറ്റുമോ അമ്മേ? ചേടാ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം. മിണ്ടിയ തർക്കുത്തരേ പറയൂ. ചെറുപ്പം മുതലേ ഇങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യത്തിന് കിട്ടിയിട്ടുണ്ടോ നിന്നെ? സ്വന്തം കാലേ നിൽക്കാറായപ്പോ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടി നീ അങ്ങ് സ്ഥലം വിട്ടു. ഓ, എപ്പ വന്നാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്താ പറഞ്ഞ? ഒന്നുമില്ല. അതെ, വീട് വെക്കാനുള്ള കാശൊക്കെ ആയോ നിനക്ക്? കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെ അവളുടെ സ്വർണ്ണം ഉണ്ടല്ലോ. ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു കാര്യം ചെയ്, ആദ്യം പോയി ഒരു ജോത്സ്യനെ കാണാം. ബാക്കി പൈസ ജോത്സ്യം തരുമോ? ഇത് തൊടമുണ്ട കിട്ടും. അല്ലാതെ ഒക്കെ ജോത്സ്യന്മാരെ ഏജന്റുകളാ. ആ, എനിക്കറിഞ്ഞൂടാ. മുത്തച്ഛനോട് പറഞ്ഞു. പിന്നെ ചെന്ന ഉടനെ ആദ്യം അതാ പറഞ്ഞത്. അപ്പൊ മുത്തശ്ശൻ അകത്ത് പോയിട്ടേ അലമാര തുറന്നിട്ട് 5000 ഉറുപ്പിക എടുത്തു തന്നിട്ട് പറഞ്ഞു, നാ ഇത് കൊണ്ടുപോയിട്ട് സേതുപോന് കൊടുക്കുന്ന്. ആ പൈസ എടുത്തു തരട്ടെ ഞാന്. എന്തിനാ ബാലേട്ടാ വെറുതെ? അല്ലാതെ പിന്നെ അവന്റെ ടൂറിന്റെ കാര്യം പറയാനല്ലേ ഞാൻ പോയത്. ഒരു അത്യാവശ്യ കാര്യത്തിന് അച്ഛൻ്റെ അടുത്ത് ചെന്ന അച്ഛനെ പോലെ ഒരു പിശുക്കുണ്ടാവില്ല ലോകത്തില്. തൊഴുത്ത് പണിയണം, വളം ഇറക്കണം, പണിക്കാർക്ക് കൂലി കൊടുക്കണം, ഒരു 100,000 കാര്യങ്ങളും എടുത്തിട്ട് മുമ്പിലേക്ക്. പിന്നെ അങ്ങോട്ടൊന്നും പറയില്ലല്ലോ. തുടങ്ങി. എപ്പോ പോയി വന്നാലും ഈ കുറ്റം പറിച്ചില്ല. അല്ലാതെ പിന്നെ ഒറ്റ മകനേ ഉള്ളൂ. അതിനെങ്ങനെ മകനേക്കാ സ്നേഹം മണ്ണിനോടാ. കർഷകശ്രീ അവാർഡും വാങ്ങി കൃഷി കെട്ടിപ്പിടിച്ച് കഴിയട്ടെ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അമ്മയും. അനുഗ്രഹം ഉണ്ടാവും അത്ര. അതുണ്ടായ പിന്നെ എല്ലാം ആയല്ലോ. ബാലേട്ടാ, ഇതുണ്ടോ? എന്താ അത്? അമ്മയുടെ വളകളാ. ഓ, അമ്മ എന്തോ വെക്കുണ്ട് പറഞ്ഞിരുന്നു. എന്തായാലും വരച്ചു നോക്കിയിട്ട് എടുത്താൽ മതി. ഒന്ന് പോ ബാലേട്ടാ. എന്നാ പിടിച്ചോ. വെള്ളിക്കൈ, വെള്ളിത്തല, വെള്ളിക്കഴുത്ത്, വെള്ളിക്കണ്ണ്, വെള്ളി ആൾരൂപം, കൈകാലുകൾക്ക് ശേഷിയില്ലായ്മ, കണ്ണ്, മൂക്ക്, ചെവി, വെള്ളിപ്പല്ല് എന്നീ വഴിപാടുകൾ കുടുംബത്തിൽ സ്പർദ്ധ, മാട്ട്, മാരണം എല്ലാത്തിൽ നിന്നും മുക്തി നേടി ജീവിതത്തിൽ ഉയർച്ച നേടാം. വെള്ളിക്കാൽ, വെള്ളിക്കൈ, എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ? അല്ല, നിങ്ങളിൽ വെള്ളിക്കുണ്ടി ഉണ്ടോ? എന്ത് വെള്ളിക്കുണ്ടി? അല്ല, ഇവന് മൂലക്കൂറിന്റെ കുഴപ്പമുണ്ടേ. അങ്ങനത്തെ ഓനൊന്നും എടുത്താളി. വെള്ളിക്കുണ്ടി ഉണ്ടാവൂല. ഇനി വരുമ്പോ കിട്ടുമെന്ന് നോക്കാം. ഓ ഡോ, അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാന്ന്. ഒരു ചായ. വെള്ളിക്കുണ്ടിയോ? അതിനിപ്പോ എവിടുന്ന് കിട്ടാനാ? എങ്ങനുണ്ട് വെള്ളിയായി ഞമ്മളോട്? രാമകൃഷ്ണ, ഒന്ന് ഇവിടെ നോക്കണേ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയി തരാം. ആ സേതാലിക്ക. ആ ബാല, നീയല്ലേ നാട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ പോയില്ലേ? പോവും ചെയ്തു, അതേപോലെ ഇങ്ങോട്ട് പോരും ചെയ്തു. അതൊന്നും നടക്കൂല സേതാലിക്ക. ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞ് തീരുമാനിക്കല്ല. നീ ഒരു കാര്യം ചെയ്യ്, വീടിന്റെ പണി അങ്ങോട്ട് കൊടുക്കുക, ബാക്കിയൊക്കെ അങ്ങോട്ട് നടന്നോളൂ. ഞാനിപ്പോ ആലോചിക്കണേ, അവരോടും ഇവരോടും കടം വാങ്ങണേക്കാ നല്ലത് ലോൺ എടുത്താലോന്നാ. ലോണോ? എന്തേ? ലോണൊക്കെ എനിക്ക് കിട്ടിയെന്ന് വരും. അതൊക്കെ വലിയ ഇടങ്ങാറാ. നേരാൻ വണ്ണം അടച്ചിട്ടില്ലെങ്കിൽ മേത്തുനിന്ന് പോകില്ല ആലാക്ക്. ഇന്റെ കാര്യത്തിൽ എനിക്കറിയൂടെ, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അടക്കാൻ കഴിയാഞ്ഞിട്ട് പലിശയായിട്ട് നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ല, എപ്പോഴും കിട്ടുമ്പോൾ കൊണ്ടേ അടക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ കറക്റ്റായിട്ട് അടക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ലോൺ എടുത്തിട്ടായാലും ഒരു വീട് വെച്ച് ആ വാടക വീട്ടിൽ നിന്നും മാറാലോ. വാടക വീട് പറഞ്ഞപ്പോഴാണ് ഓർമ്മയത്. ആ നായരെ കണ്ടിരുന്നു. ആരെ കുട്ടികളും മക്കളും ഒക്കെ പാടെ വരുന്നുണ്ട് അത്ര. അപ്പോഴേക്ക് വീട് കാലിയാക്കി കൊടുക്കേണ്ടി വരും. അല്ല, 5-6 മാസം സമയമുണ്ട്. നമുക്ക് വാടകയൊക്കെ വെച്ചിട്ടൊന്നും നന്നല്ലോ. നമ്മളാണ് അതിനത്ര വാടകയും കൊടുത്തിട്ടില്ല. ഒരു സഹായമായിട്ടാണ് നമുക്ക് ചെയ്തപ്പോൾ നമ്മളെ കൊണ്ട് ആൾക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. ഏത്? എന്നാ പിന്നെ പോലെ ഞാൻ ഒന്ന് പള്ളി കയറട്ടെ. ശരി. ഇതിപ്പോ മൊത്തത്തിൽ ഉടക്കുകളാണല്ലോ കാണുന്നത് തമ്പുരാനെ.